കൊന്നിച്ചോ മിനസാൻ മിസ്റ്റ് മൈറ്റ് മഹയത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 15ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലേ? അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 2 ദിവസം വീഡിയോ ഇടാൻ സാധിച്ചില്ല. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചു കളയുക. എനിക്ക് കുറച്ച് തിരക്കുകൾ വന്നു, അതുകൊണ്ടാണ് കിട്ടിയ സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ബാക്കിയുള്ള 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തത്. സോ ഇന്നത്തെ മിസ്റ്റ് മൈറ്റിന്റെ എപ്പിസോഡിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം. പിന്നെ ഇനി അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പീക്കാണ്. സോ ഒരു എപ്പിസോഡ് പോലും മാക്സിമം മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നിന്റെ നമ്പർ 63 എന്ന് പറഞ്ഞ് ഒരു സാധനം അവന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ സമയത്താണ് ജിയോങ് അവന്റെ കയ്യിലുണ്ടെന്ന ആ ഒരു മാർബിൾ ശ്രദ്ധിച്ചത്. ഓരോ മാർബിളിലും അതിൻ്റെതായ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. അതായിരിക്കും നിങ്ങളുടെ പേര്. ഇനി മുതൽ അങ്ങനെയായിരിക്കും നിങ്ങളിവിടെ അറിയപ്പെടുന്നത്. ഓ, അങ്ങനെയാണല്ലേ. പിന്നെ ഞാൻ നിനക്കിപ്പോൾ തന്ന ആ ഒരു പ്ലേറ്റ്, അത് നീ ഇവിടെ ഫസ്റ്റ് ആയെന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. രണ്ടും സേഫ് ആയിട്ട് വെക്കുക. എനിക്ക് മനസ്സിലായി. ഇവിടേക്ക് വാ, ഇവിടെ നിനക്ക് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ജിയോങ്ങിനെ അവിടെയുള്ള ഗാർഡ്സ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു ഓർത്തഡോക്സ് ഹൗസിലെ പയ്യൻ. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അസോസിയേഷൻ ലീഡർ എന്തിനാണ് ഇവനെ ഇവിടേക്ക് അയച്ചെന്ന്. ആദ്യം ചിലപ്പോൾ ഇവനെ ഹറാസ് ചെയ്ത് കൊല്ലുവാനായിരിക്കും. പക്ഷേ ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് എന്തായാലും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവനൊരു ഓർത്തഡോക്സ് ഹൗസിലെ പയ്യനാണെന്ന്. അവൻ എന്തൊക്കെ ചെയ്തു കിട്ടുമെന്ന് കാണാൻ എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. ഇതേ സമയം ജിയോങ് അവന് കിട്ടിയ ആ ഒരു സാധനം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലേസ്, ഇവിടെ എന്തായാലും ഞാൻ സർവൈവ് ചെയ്യണം. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ കഷ്ടപ്പെടുകയും ചെയ്യും. ഇതെന്തായാലും കൊള്ളാം. പക്ഷേ അതിലുപരി ഇനിയുള്ള കോമ്പറ്റീഷൻ ശരിക്കും ഇൻറ്റൻസ് ആയിരിക്കും. പിന്നെ കാണിക്കുന്നത് ഒരുത്തൻ്റെ മുഖത്തേക്ക് ഒരു കിടിലൻ കിക്ക് കിട്ടുന്നതാണ്. അവൻ മാത്രമല്ല, അവിടെ ലിറ്ററലി കെയോസ് ആയിരുന്നു. എല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇതേ സമയം പെട്ടെന്നാണ് ഒരുത്തൻ അവിടുന്ന് ഓടിപ്പോയത്. എടാ നിക്കടാ അവിടെ. പക്ഷേ അടുത്ത നിമിഷം ഒരു കൈ അവന്റെ തലയിൽ വന്ന് പിടിച്ചു. എന്നിട്ട് നിലത്തുണ്ടായിരുന്ന കല്ലിലേക്ക് അവന്റെ തല അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാർബിൾ ഒരുത്തൻ പിടിച്ചെടുത്തു. ഹാ, അങ്ങനെ തന്നെ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുമ്പിലേക്ക് വാ. നിങ്ങളുടെ മരണം ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാം. അല്ല, ആ കാണുന്നത് ഫൈനലി യൂസ്ഫുൾ ആയുള്ള കുറച്ച് ആൾക്കാരെ കണ്ടു തുടങ്ങി. ആ ടാറ്റു അതെന്തായാലും ഒരു തെളിവാണ്. അവൻ ഉറപ്പായിട്ടും സ്കാർലറ്റ് ഡെത്ത് വാലിയിലെ ഒരു അംഗമായിരിക്കണം. ദ ഹെവൻ എർത്ത് അസോസിയേഷനിലെ വൺ ഓഫ് ദി 3 മോസ്റ്റ് ഇൻഫേമസ് ആയ അഫിലിയേറ്റിൽ ഒരാൾ. അവൻ എന്തായാലും ശരിക്കും സ്കിൽഫുൾ ആണ്. പക്ഷേ പെട്ടെന്നാണ് ദൂരത്ത് കുറച്ചു പേർ തെറിച്ചു പോകുന്നത് കണ്ടത്. അവിടെ നോക്കുന്നിടത്ത് ഒരു പെൺകുട്ടി കല്ലെടുത്ത് എറിയുകയാണ്. സൂക്ഷിച്ച്, അവൾ കല്ലെറിയുകയാണ്. പക്ഷേ ആ ഒരു ടെക്നിക് അത് മോഹുവ ഹൗസിലെ സീരിയൽ മർഡേഴ്സ് ആയിരുന്നു. അല്ല, നിനക്കത് മനസ്സിലായോ? പിന്നല്ലാതെ അവർ വൺ ഓഫ് ദി 4 ഗ്രേറ്റ് ആയുള്ള അസാസിനേഷൻ ഓർഗനൈസേഷനിൽ ഒരാളല്ലേ. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ അസാസിനേഷൻ ഒക്കെ വിട്ട് അവർ ഹെവൻ എർത്ത് അസോസിയേഷന്റെ കീഴിലേക്ക് വന്നു. അതേപോലെ അവൻ നോക്കിയേ, അവൻ എന്തൊരു വലുപ്പമാണ്. ശരിയാണ്, അത് ആ ബിഗ് യങ് സെല്ലിലെ ഒരുത്തനാണ്. അവന്റെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് എന്ന് പറഞ്ഞ് ശരിക്കും ഇന്റൻസീവ് ആണ്. ഇന്നർ എനർജി ലോക്കിയിട്ട് പോലും അവൻ ഇതൊക്കെ ചെയ്യുന്നത്. നീ പറഞ്ഞത് ശരി തന്നെയാണ്. കുറച്ചധികം ടാലന്റഡ് ഉള്ള പേഴ്സൺസിനെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ബോസ് ഇവിടെ ശരിക്കും വിഡ്ഢികളാണ്. ഡാ, ഈ സമയത്ത് ജിയോങ് തിരിഞ്ഞു നോക്കി. അടുത്ത തവണ നീ ആദ്യം വരുമെന്ന് വിചാരിക്കുകയേ വേണ്ട. കാര്യം അതിനു മുമ്പ് നീ എന്റെ കൈകൊണ്ട് മരണപ്പെട്ടിരിക്കും. എന്നാൽ ജിയോങ് വളരെ സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് അവനെ തള്ളിക്കളഞ്ഞു. നീ പാസ്സായി, നീയും പാസ്സായി. പാസ്, പാസ്. അങ്ങനെ ഒത്തിരിയധികം പേര് അവിടെ പാസ്സാകുന്നുണ്ട്. സമയം ഏകദേശം തീരാറുമായിട്ടുണ്ട്. എന്നാൽ യങ്ങസ്റ്റിന്റെ കാര്യം അതത്ര നല്ലതല്ലായിരുന്നു. നാശം, നാശം. എവിടെ? അധികം സമയമില്ല. ഞാൻ ഞാൻ ഒരു ഹോസ്റ്റേജ് ആയിട്ട് വന്നതല്ലേ. ഞാനിവിടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരുത്തൻ്റെ തല അറ്റുപോയത് അവൻ ശ്രദ്ധിച്ചത്. നിന്നോടൊക്കെ പറഞ്ഞതാണ് ഇവിടെ ഒന്നും സംസാരിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ പാടില്ലെന്ന്. അതും കൂടെ കേട്ടപ്പോൾ യങ്ങസ്റ്റ് ശരിക്കും ഞെട്ടി. അല്ല, അവിടെ എന്താണ്? എടാ, നേരത്തെ ആ മാസ്കിന്റെ പുള്ളി ഒരു മാർബിൾ എറിഞ്ഞില്ലായിരുന്ന? അതവൻ പെറുക്കിയെടുത്ത്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് നമ്പരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടേ കാണിച്ചിട്ട് ഇത് മതിയൊന്ന് ചോദിച്ചാണ്. പക്ഷേ അവനെ കൊന്നുകളഞ്ഞു. എന്തൊരു വിഡ്ഢിയാണല്ലേ. അല്ല, എടാ, അത് മറ്റവനല്ലേ? ശരിയാണ്, ആ തൊണ്ട വലിച്ചു കീറിയാൻ. അല്ല, അവൻ എന്താണ് അവിടെ ചെയ്യുന്നത്? ഈ സമയത്ത് ജിയോങ് അവിടെ നിന്നുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതേസമയം അവന്റെ ചുറ്റിനും ആ ഒരു ഡെത്ത് ക്യൂയെ അബ്സോർവ് ചെയ്യാനും തുടങ്ങുന്നുണ്ടായിരുന്നു. റിച്ചിൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള എല്ലാ ഡെത്ത് ക്യൂയെ അവന്റെ അടുത്തേക്ക് അവൻ ആകർഷിക്കുകയായിരുന്നു. ദ റിച്ചിൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്തിട്ട് ഇന്നർ എനർജിയുടെ ആവശ്യമില്ല. ബിക്കോസ് ഞാനിത് യൂസ് ചെയ്യുന്നത് അതിന്റെ തെളിവാണ്. അതിലുപരി ഇവിടെ കുറെ പേര് മരിച്ച് വീഴുന്നുണ്ട്. ഒത്തിരിയധികം ഡെത്ത് ക്യൂയെ ഇവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മോക്സോട്ട് മാനറിലെക്കാട്ടും അധികം പേര് ഇവിടെ മരിക്കുന്നുണ്ട്. ഇനിയും ഇനിയും എനിക്ക് വേണം. ഇതുപോലെ എല്ലാവരും തമ്മി തല്ലേ.
ആ സമയത്ത് സമയം ഏകദേശം അവസാനിക്കാറായി. ഇനി അവസാനത്തെ 1 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ യങ്ങസ്റ്റ് അപ്പളാണ് അവന്റെ ഫുൾ പവർ യൂസ് ചെയ്തുകൊണ്ട് ഒരുത്തനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ചാക്, 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 ചാകെന്നും പറഞ്ഞുകൊണ്ട് അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ചോര തെറിച്ചതൊന്നും തന്നെ അവൻ മൈൻഡ് ചെയ്തില്ല. അവസാനം അവന് തിരിച്ചടിക്കാൻ പറ്റാത്ത ആ ഒരു സമയത്ത് അവന്റെ കയ്യിലുണ്ടെന്ന ആ ഒരു മാർബിൾ എടുത്ത് പൊക്കി. എനിക്ക് എനിക്കും കിട്ടി. എനിക്ക് ആ സമയത്ത് സമയം തീർന്നിരുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടി. കാര്യം ആ മാസ്ക് ധരിച്ചവൻ പറയുകയും ചെയ്യും, ടെസ്റ്റ് ഇവിടെ ഓവറായിരിക്കുന്നു. തോറ്റവരെ എല്ലാവരെയും കൊന്നു കളഞ്ഞേക്ക്. പിന്നെ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് ഫെയിലായ എല്ലാവരെയും ചുമ്മാ നിസ്സാരമായി തന്നെ കൊന്ന് കളയുന്നതാണ്. യങ്ങസ്റ്റിന്റെ കാൽച്ചുവട്ടിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം പതുക്കെ ചുമല കളറായി മാറാനായിട്ട് തുടങ്ങി. കാര്യം അവിടെ മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതേ സമയം ഒരു ഗാർഡ് അവന്റെ മുമ്പിലേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവന് അനങ്ങാൻ പോലും പറ്റില്ല. എന്നാൽ പെട്ടെന്ന് അവൻ ആ മാർബിൾ പൊക്കി കാണിച്ചപ്പോ, നീയും പാസ്സായിരിക്കുന്നു. അതും പറഞ്ഞോണ്ട് അദ്ദേഹം നേരെ തിരിഞ്ഞ് നടന്നുപോയി. അവന് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ നേരെ നിലത്തേക്ക് വീണുപോയി. ഞാൻ ഞാൻ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ അപ്പോഴാണ് അവന്റെ കയ്യിൽ മുഴുവൻ ആ രക്തക്കറ അവൻ ശ്രദ്ധിച്ചത്. ഞാൻ ഞാൻ എന്താണ് ഈ ചെയ്തത്? 468 പേർ ഇവിടെ ബാക്കിയുണ്ട്. കൊള്ളാം. 60% ആൾക്കാർ ഇപ്പോഴും ബാക്കിയുണ്ട്. മോശം പറയാൻ പറ്റത്തില്ല. കൺഗ്രാജുലേഷൻസ്. അപ്പോ പിന്നെ സെക്കൻഡ് ട്രയൽ നമ്മളിവിടെ തുടങ്ങുകയാണ്. അതും കേട്ടപ്പോ യങ്ങസ് വീണ്ടും അമ്പരന്ന് പോയി. എന്ത്? ഓൾറെഡി തുടങ്ങുവാണെന്നോ? പക്ഷേ നമ്മൾ ഇപ്പോഴല്ലേ ഫസ്റ്റ് കഴിഞ്ഞത്? ശരിയാണ്. ഞാൻ ബേർലി ആദ്യത്തെ എക്സാം പാസ്സായതേ ഉള്ളൂ. ശബ്ദിക്കരുത്. ആ സമയത്ത് അവിടെ പ്യുവർ സൈലൻസ് ആയി മാറി. സെക്കൻഡ് ട്രയൽ വളരെ സിമ്പിളാണ്. ആ കാണുന്ന സ്ഥലത്ത് സൂര്യോദയം വരെ നിങ്ങൾ സർവൈവ് ചെയ്താൽ മാത്രം മതി. ആ കാണുന്ന മല നിരകളിൽ. ആ സമയത്ത് എല്ലാരും കൂടെ അവിടേക്ക് തിരിഞ്ഞു നോക്കി. അങ്ങനെയാണ് ആ ഒരു മലനിര കാണാൻ സാധിച്ചത്. അല്ല, സർവൈവ് ചെയ്താൽ മാത്രം മതിയോ? ഇത് ശരിക്കും ഈസിയാണല്ലോ. ഓഫ് കോഴ്സ് അത് മാത്രം പോരല്ലോ. അവിടെ 40ഓളം ഫ്ലാഗ്സ് ഉണ്ട്. ആൻഡ് രാവിലെ സൂര്യൻ ഉദിക്കാൻ നേരത്ത് നിങ്ങൾ ആ ഫ്ലാഗിന്റെ അരികിലുണ്ടായിരിക്കണം. പിന്നെ ഒരു ഫ്ലാഗിൽ 8 പേർ മാത്രമേ പാടുള്ളൂ. അത് കേട്ടപ്പോഴാണ് എല്ലാരും ഞെട്ടിയത്. കൂടുതലോ കുറവൊന്നോ ഇല്ല, 8. എക്സാക്ട്ലി 8 പേർ മാത്രം. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മരിക്കും. നാശം. 40 ഫ്ലാഗ്സ്. അതിനർത്ഥം ഇവിടെ ഏകദേശം 500ഓളം പേരുണ്ട്. എന്നാൽ വെറും 320 പേര് മാത്രമേ ഇവിടുന്ന് രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വരുന്നേയുള്ളൂ. ചുരുക്കം പറഞ്ഞ അവർ വീണ്ടും ഞങ്ങളെ തമ്മി തല്ലിക്കുകയാണ്. സോൾജിയേഴ്സ്, അതിനർത്ഥം ഇതൊരു ടീം ഫൈറ്റ് ആണെന്നാണ്. ആ ഫ്ലാഗ്സ് എങ്ങനെയെങ്കിലും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഫ്ലാഗ്സ് സ്റ്റീൽ ചെയ്യാനും പറ്റും. ഗുഡ് ലക്ക്. പിന്നെ കാണിക്കുന്നത് അവർ നേരെ സംസാരിക്കുന്നതാണ്. അല്ല, നിനക്ക് എൻ്റെ ടീമിൽ വരുന്നോ? അപ്പൊ ടീം. അല്ല, നീ ആ സ്കാർലറ്റ് ഡെത്ത് വാലി എന്നുള്ളവനല്ലേ? നിനക്ക് എൻ്റെ ടീമിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? ഇവനെ ഇവനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിനർത്ഥം ഫസ്റ്റ് ട്രയലിൽ ഇവനധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. പോയി ചാകടാ. ഈ സമയത്ത് അവനവനെ ഇഗ്നോർ ചെയ്തിട്ട് നേരെ മുന്നിലേക്ക് നടന്നു. ഇവിടെ അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ടീം വർക്കിനെ ആയിരിക്കണം. സോ എനിക്ക് അതെൻ്റെ അഡ്വാൻറ്റേജിലാക്കാൻ പറ്റിയിരിക്കണം. അതിലുപരി ഇവിടെ സ്കില്ല് മാത്രം പോരാ, ഓരോരുത്തരുടെ സ്കില്ലിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നീ ആ ബിഗ് കിങ് സെറ്റിലല്ലേ? ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് ചുമ്മാ വളച്ചൊടിക്കാൻ ഒരു ആഗ്രഹവുമില്ല. നീ എൻ്റെ ടീംമേറ്റായി മാറണം. നമ്മൾ രണ്ടുപേരും അത്യാവശ്യം സ്കിൽഫുള്ളാണ്. ആൻഡ് ഈ ഒരു ബാറ്റിലിൻ്റെ പുറകിലും സ്കില്ലുള്ള ആൾക്കാരാണ് വേണ്ടത്. ആ സമയത്ത് അവൻ കുറച്ചു നേരം ഒന്നാലോചിച്ചു. നീ പറഞ്ഞതും ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞതല്ലേ? പക്ഷേ ഇല്ല. എന്ത്? ഒരു ഫ്ലാഗ് കണ്ടെത്തിയിട്ട് ഒരു ടീമിനുണ്ടാക്കുന്നതും അത് വലിയ മോശമായൊരു ഐഡിയ അല്ലല്ലോ. ഇവനോട്ട് എന്തായാലും ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്നത് അതൊട്ടും നല്ലതല്ല. എൻ്റെ ടെക്നിക്ക് അവൻ മനസ്സിലാക്കും. നീ ഉറപ്പായിട്ടും ഇത് റിഗ്രറ്റ് ചെയ്യും. ഹാ, എന്തായാലും കണ്ടറിയാം. മോങ്ഹോഹോസ്, നീ പോയി ചാകടാ. ആ സമയത്ത് അവന് ശരിക്കും ദേഷ്യം വന്നു. ഈ നാറുകളെല്ലാരും. ഹേയ്, പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. നിനക്ക് എൻ്റെ ടീമിൽ ചേരാൻ താല്പര്യമുണ്ടോ? അത് നമ്മുടെ ജിയോങ് ആയിരുന്നു. അല്ല, ഇവൻ എൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവനും എൻ്റേതായ സെയിം ഐഡിയ ആണോ? പക്ഷേ ടു ബി ഹോണസ്റ്റ് ഇത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എങ്കിലും എന്തോ ഒന്ന് എന്നെ വല്ലാണ്ട്. ഇല്ല, എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചുപോയി. നിന്നെ റിജക്ട് ചെയ്തല്ലോ. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു നാണക്കേടാണ്. കുഴപ്പമില്ല. നീ ആദ്യം ചെയ്ത് വെച്ച് നോക്കാറുണ്ട്. എല്ലാവരും നിന്നെ ഇഗ്നോർ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഹാ, പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എൻ്റെ കൂടെ കൂടിയിരുന്നെങ്കിൽ ആദ്യം ഞാൻ അവനെ തന്നെ കൊന്നേന്നും. അല്ല, നീ ഇവിടെ നിന്നേ.
നിനക്ക് ഞങ്ങളുടെ ടീമിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾക്കിനി ഒരാളെയും കൂടെ ആവശ്യമുള്ളൂ. എന്ത് പറയുന്നു? ആ സമയത്താണ് അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടത്. അവളുടെ അവനെ കൈപൊക്കി കാണിക്കുകയും ചെയ്യും. കൊള്ളാം, എനിക്ക് താല്പര്യമുണ്ട്. ഇതേ സമയത്ത് യങ്ങസ്നെയാണ് പിന്നെ കാണിക്കുന്നത്. അല്ല, അവനൊരു ടീം കിട്ടിയോ? കുഴപ്പമില്ല, അവൻ എന്തായാലും അവനെ തന്നെ ഹാൻഡിൽ ചെയ്തോളും. കാര്യം എനിക്കിപ്പോൾ ഒരു ടീം കിട്ടി. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ജീവനോടെ പുറത്ത് കടക്കണം. എന്ത് വില കൊടുത്തും. സെക്കൻഡ് ട്രയൽ ഇതാ ആരംഭിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു രക്തം പുരണ്ട ആ ഒരു അരുവിയിലൂടെ അവർ മുന്നിലേക്ക് നടക്കുന്നതാണ്. വിഡ്ഢികൾ, അവർക്കിപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ചെന്ന് കയറാൻ പോകുന്നത് ആദ്യത്തെ ട്രയലിനെക്കാട്ടും അപകടകരമായ ഒരു ട്രയലിലേക്കാണ്. അതേസമയം അവരെല്ലാവരും കൂടെ അവിടേക്ക് നടന്ന് ചെല്ലുകയാണ്. ജിയോങ്ങാട്ടെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പുറകിലാണ് നടന്നുകൊണ്ടിരുന്നത്. അല്ല സോഹുവ, നിനക്കുറപ്പല്ലേ അവനെ പോലെ തന്നെ നമ്മുടെ ടീമിൽ? ശരിയാണ്, ബാക്കിയുള്ളവരെല്ലാവരും അവൻ ഇഗ്നോർ ആണ് ചെയ്തത്. നമ്മളവനെ കൂട്ടുന്നത് അത്ര നല്ലതാണോ? എന്തേ, നിനക്ക് പേടിയാണോ? പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്തു പറ്റി? നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള വിഡ്ഢികൾ അവനെ ഇഗ്നോർ ചെയ്യുമായിരിക്കും. പക്ഷേ അവന് ഉറപ്പായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം അവനുള്ളത്ര സ്ഥിതിക്ക് ആര് നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. പിന്നെ അവന്റെ ഉപയോഗം കഴിഞ്ഞ് രാവിലെ ആകാൻ നേരത്ത് നമ്മൾ അവനെ അബാൻഡം ചെയ്യും. ഓൾറെഡി 8ാമത്തെ ആളിൻ്റെ അടുക്കെ ഞാൻ കാര്യം പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ എന്തായാലും ഇപ്പൊ പുറകെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഏറ്റവും അവസാനം അവൻ നമ്മുടെ കൂടെ കൂടിയും ഇവനെ നമുക്ക് ഒഴിവാക്കാൻ ചെയ്യാം. ചുരുക്കം പറഞ്ഞ ഒരു പെർഫെക്റ്റ് ആയുള്ള പ്ലാൻ. അപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കുന്നത്. പക്ഷേ ഇവന്റെ മുഖം കണ്ടിട്ട് എനിക്കിവനങ്ങോട്ട് കളയാനും തോന്നുന്നില്ലല്ലോ. ഒന്ന് ഫ്ലേർട്ട് ചെയ്താലോ? നീ ശരിക്കും ഇംപ്രസീവ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ട്രയലിൽ. നീ എവിടെ നിന്നാണുള്ളത്? ഒന്നുമില്ലെങ്കിൽ ഇവനൊരു ആണല്ലേ. ഇവൻ ഉറപ്പായിട്ടും. എന്തേ, നിനക്കെന്നെ ഇഷ്ടപ്പെട്ടോ? ഈ സമയത്ത് ബാക്കിയുള്ളാർക്കും ഇതത്ര പിടിച്ചില്ല. നാശം, അവൻ എന്തിനാണ് അവളുടെ കൂടെ നിൽക്കുന്നത്? ഹാ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ജിങ് അവന്റെ കൈയെടുത്ത് അവളുടെ തോളിലേക്ക് ഇട്ടു. അല്ല, ഇവൻ ശരിക്കും ബോൾഡ് ആണല്ലോ. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ട്. അതിലുപരി നിങ്ങൾ ഓരോരുത്തരും പിന്നെ നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നതല്ലേന്ന് പറഞ്ഞ് പെട്ടെന്ന് അവളുടെ പെടലുടിച്ച് ജിയോങ് അവളെ കൊന്നു കളഞ്ഞു. എല്ലാരും അത് കണ്ട് ഞെട്ടി. നാശം, ആ നാറി സോഹലെ കൊന്നു കളഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാം. ഇനി ഓരോരുത്തരായിട്ട് ഇവിടെ മരിക്കാൻ പോകുകയാണ്. ആ സമയത്താണ് ലിറ്ററലി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരു സത്യാവസ്ഥ മനസ്സിലായത്. അവരവരുടെ ടീമിലേക്ക് വിളിച്ചു കയറ്റിയത് ലിറ്ററലി ഒരു ഡീമനെ ആയിരുന്നു. എടാ നാറി, നിനക്കെത്ര ധൈര്യം ഉണ്ടാണ്? എടാ ഒന്നടങ്ങ്. ആ സമയത്ത് അവൻ പറയും ചെയ്യും, നീ നടങ്ങിക്ക്. അവൻ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ്റെ അഡ്വാൻറ്റേജിലാക്കി പോകും. നാശം, എന്നോട് ക്ഷമിക്ക്. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കൊല്ലാൻ പറ്റും. നമ്മുടെ കയ്യിലാണ് ഇപ്പോഴും അഡ്വാൻറ്റേജ് ഉള്ളത്. ശരിയാണ്, അവൻ സോഹയിലെ കൊന്നല്ലേ, അവന് ഉറപ്പായിട്ടും. ഇതേ സമയം അവർ 6 പേരും കൂടെ ജിയോങ്ങിനെ വട്ടത്തിൽ വളഞ്ഞിരുന്നു. ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആണ്. എന്ത്? ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ ക്യൂൻ ബി മരിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും പേടിച്ചോടുമെന്നാണ്. പക്ഷേ ഇത് ശരിക്കും ധൈര്യപൂർവ്വമായിട്ട് നിങ്ങൾ എൻ്റെ നേരെ തിരിച്ചു വരുവാണല്ലോ. എടാ നായേ, നീ ഒരു വാക്കെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൺമുമ്പിൽ ജിയോങ്ങിൻ്റെ കൈകളെത്തി. പിന്നെ അവിടെ സംഭവിച്ചത് ലിറ്ററലി ആരും കണ്ടില്ല. ജിയോങ് അവനെ പൊക്കിക്കൊണ്ട് നേരെ മുന്നിലേക്ക് ഓടി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് അവൻ്റെ തല വലിച്ചടിച്ച് ആ തല അങ്ങോട്ട് ചേതറി അവനവിടെ മരിച്ചുപോയി. കണ്ടു നിന്ന എല്ലാവരും ഞെട്ടി. അടുത്ത നിമിഷം അവരെല്ലാവരും ഒരുമിച്ച് ജിയോങ്ങിനെ അറ്റാക്ക് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് നേരെ മുന്നിലേക്ക് വന്നു. ആദ്യത്തെ അറ്റാക്ക് ജിയോങ് അങ്ങോട്ട് ഡോഡ്ജ് ചെയ്തു. എന്നിട്ട് അവൻ്റെ കാലിൽ പിടിച്ച് പൊക്കി മറ്റൊരുത്തൻ്റെ മുഖത്തേക്കടിച്ച് അവരെ രണ്ടുപേരും തല ചെതറിച്ച് കൊന്നുകളഞ്ഞു. പെട്ടെന്നായിരുന്നു മുകളിൽ കൂടെ ഒരുത്തൻ ചാടി വന്ന് ജിയോങ്ങിനെ അറ്റാക്ക് ചെയ്ത് അവൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടത്. അതൊരു ഓപ്പണിംഗ് ആണെന്ന് മനസ്സിലാക്കിയ ബാക്കി 2 പേരും കൂടെ അവനെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ലിറ്ററലി 3 പേരാണ് അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാണ്, ഇപ്പോഴും ഞങ്ങൾക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. ഞങ്ങൾക്ക് ഇവനെ ഉറപ്പായിട്ടും കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞ് അവർ 3 പേര് 3 സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതെല്ലാം നമ്മുടെ ജിയോങ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ശരിക്കും വീക്കാണ്. എന്ത്? പെട്ടെന്ന് ഒരു അറ്റാക്ക് അവിടെ ഉള്ളൊരുത്തൻ്റെ നേരെ ചെന്ന് അത് പതിച്ചതും അവൻ്റെ പെടലിയൊടിഞ്ഞ് അവനങ്ങോട്ട് മരിച്ചുപോയി. ഇത് കണ്ടപ്പോൾ മറ്റൊരുത്തൻ പേടിച്ച്. എന്നാൽ ആ സമയത്ത് ജിയോങ് ആ ഒരു അവസരം മനസ്സിലാക്കി അവൻ്റെ കാലിലേക്ക് ഒരു അറ്റാക്ക് ചെയ്ത് അവൻ വേദന കൊണ്ട് അലറുകയും പെട്ടെന്ന് കാലൊടിഞ്ഞ് നേരെ നിലത്തേക്കും വീണു. അവസാനമായി അവിടെ നിന്നൊരുത്തന് അത് വ്യക്തമായി തന്നെ മനസ്സിലായി. ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. അവൻ്റെ സ്കില്ല് അത് അത് ശരിക്കും ഒരു സെക്കൻഡ് റേറ്റിലുള്ള മാർഷൽ ആർട്സിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. അവനൊരു മോൺസ്റ്ററാണ്. ഇവിടെ ഇവിടെ ജയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ്
അവൻ നേരെ തിരിഞ്ഞ് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി. നാശം, ആ നാറിയനെ അബാൻഡൻ ചെയ്യുവാണോ? പെട്ടെന്നാണ് തൻ്റെ കൈകൾ ഉയർത്തിട്ട് അവൻ ആ മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങിയത്. പെട്ടെന്ന് ഒരു ഒമ്നോസുള്ള എനർജി അവന്റെ കാലിൽ പോയി പിടിച്ച് ആ നേരെ മുഞ്ഞും കുത്തി നിലത്തേക്ക് വീണു. അതിനുശേഷം റിച്വൽ ഓഫ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് ജിയോങ്ങിനെ അടുത്തേക്ക് വലിപ്പിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ ടെലിക്കിനെസിസ്. എനിക്ക് എനിക്ക് ചാകണ്ട, എന്നെ വെറുതെ വിടും, എന്നെ ആരെങ്കിലും രക്ഷിക്കുന്നു പറഞ്ഞ് കാറുന്നുണ്ടെങ്കിലും അവസാനം അവനെ വലിച്ചെടുത്ത് അവന്റെ പിടലിൽ ചവിട്ടി നമ്മുടെ ജിയോങ് അവനെ കൊന്നുകളഞ്ഞു. ഇതെല്ലാം കണ്ടോണ്ട് അവസാനത്തെ അവൻ നിപ്പുണ്ടായിരുന്നു. പേടിച്ച് വിറച്ച് അവൻ കരയാനായിട്ട് തുടങ്ങി. ഞാൻ ഞാൻ സോഹുവിനെ സ്റ്റോപ്പ് ചെയ്യേണ്ടായിരുന്നു. ഇവൻ ഒരിക്കലും നമ്മുടെ ടീമിലേക്ക് വരാൻ പാടില്ലായിരുന്നു. ലിറ്ററലി ഇവനുമായിട്ട് കണ്ടുമുട്ടാൻ പോലും പാടില്ലായിരുന്നു. എന്നാൽ അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ച് നേരെ തിരിഞ്ഞ് നോക്കിയത്. അല്ല, ഇവിടെ ഒരു റാറ്റ് ഉണ്ടല്ലേ. പെട്ടെന്നാണ് അവൻ ഓർത്തത്. ശരിയാണ്, സോങ്ങോ അവസാനം ഒരുത്തന്നെ റെഡിയാക്കിയിരുന്നല്ലോ. അത് അവനോടി രക്ഷപ്പെടട്ടെ, അവനോട് രക്ഷപ്പെട്ട ബാക്കിയുള്ള എല്ലാവരുടെ അടുക്കലും ഇവന്റെ കാര്യം പറയാൻ പറ്റൂ. എന്നാൽ പെട്ടെന്ന് ജിയോങ് അവന്റെ പോക്കൽ നിന്ന് ഒരു വുഡൻ ഡോൾ അങ്ങോട്ടെടുത്തു. ഓടി രക്ഷപ്പെടറ, ഓടി. എന്നാൽ അതിനുശേഷം ജിയോങ് ആ മന്ത്രം ജപിക്കാൻ തുടങ്ങുകയും പെട്ടെന്ന് അൺനാച്ചുറലുള്ള ഒരു എനർജി അവിടെ വരുന്നുണ്ട്. നാശം, നാശം, ഇവൻ എല്ലാവരോടും പറയണ ഇവിടെ ഒരു ഡീമനാണുള്ളതെന്ന്. അതും പറഞ്ഞുകൊണ്ട് അവനെയും നമ്മുടെ ജിയോ അങ്ങോട്ട് കൊന്നുകളഞ്ഞു. ഈ സമയത്ത് മറ്റവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നാശം, ഇതൊട്ടും നല്ലതല്ല, രക്ഷപ്പെടണം. അതൊരു ഡീമനാണ്, അതൊരു മനുഷ്യനല്ല, അതൊരു ഡീമനാണ്. എല്ലാവരോടും പറയണം. എല്ലാവരും ഗ്യാദർ ചെയ്താൽ മാത്രമേ അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അവനെ പെട്ടെന്ന് അവനത് സെൻസ് ചെയ്ത് നേരെ തിരിഞ്ഞു നോക്കി. അല്ല, ഇതെന്താണ് ഈ ഒരു ഫീലിംഗ്? ദൂരെ നിന്ന് എന്തോ അവനെ ഫോളോ ചെയ്യുന്നത് പോലെ. എന്നാൽ അത് നമ്മുടെ ഡിമോണിക് മോങ്കായിരുന്നു. അവൻ നേരെ പുറകെ പാഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അവസാനം അവനെ മറിച്ചിടുകയും അവൻ്റെ നേരെ നമ്മുടെ ഡിമോണിക് മോങ്ക് ചെല്ലുകയും അവനെ പൂർണ്ണമായിട്ടും വിഴുങ്ങുകയും ചെയ്തു. ഇതേ സമയത്ത് ജിയോങ് അവിടെ ഉണ്ടായിരുന്ന ഡെത്ത് ക്യോയ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് പറഞ്ഞത്, ഞാൻ ആലോചിക്കുകയായിരുന്നു നീ എന്തിനാണ് അവരുടെ കൂടെ കൂടിയെന്ന്. നാച്ചുറലി നീ അങ്ങനെ ചെയ്യാറില്ലല്ലോ, അപ്പൊ ഇതായിരുന്നല്ലേ നീ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നല്ലാതെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ അവരായിട്ട് ഇവിടേക്ക്. പെട്ടെന്നാണ് ആ ഓടിയവൻ തിരിച്ച് വന്നത്. ഡിമോണിക് മോക്ക്, അല്ല, ഞാനോർത്തത് നീ അവനെ കൊല്ലുമെന്നാണ്, പക്ഷെ അവനെ തിരിച്ചു കൊണ്ടുവന്നോ? അതെന്തായാലും നന്നായി. നീ അവനെ കൊണ്ടുവന്നത് എനിക്ക് വേണ്ടിയാണല്ലേ, ആ ഒരു ഡെത്ത് ക്യോയ്ക്ക് വേണ്ടി. ആ സമയത്ത് ഡിമോണിക് മോങ്ക് തലയാട്ടിയതിനു ശേഷം അവന്റെ ശരീരം അവിടെ നിലത്തേക്കിട്ടു. ഞാൻ ശരിക്കും ഗ്രേറ്റ്ഫുൾ ആണ്. നിനക്കറിയാം എനിക്ക് എന്താണ് വേണ്ടതെന്ന്. നീ ശരിക്കും നല്ലൊരു ഫെമിലിയർ സ്പിരിറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ബ്ലൂ സ്പിരിറ്റിനെ നോക്കി ആശൻ ഒന്ന് ചിരിച്ച്. എന്ത്, നീ ചിരിക്കുവാടാന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഡിമോണിക് മോങ്കിനെ ബ്ലൂ സ്പിരിറ്റ് ബുള്ളി ചെയ്യുകയായിരുന്നു. ഈ ഫീലിംഗ് എന്തായാലും കൊള്ളാം, ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ. എൻ്റെ കോർ കംപ്ലീറ്റ്ലി ഫുള്ളാകുന്നുണ്ട്. പെട്ടെന്നാണ് കുറച്ച് പേര് അവിടേക്ക് നടന്നു വന്നത്. അല്ല, ഈ സമയത്ത് ജോങ് എഴുന്നേറ്റ് നിന്നിട്ട് അവരെ നോക്കി ചിരിക്കുകയും ചെയ്യും. ഇതെന്തായാലും എനിക്കിഷ്ടപ്പെട്ട്. ഒരു വലിയൊരു ഫീസ്റ്റ് പോലെ. ഇവര് മൗണ്ടൻ ഫുള്ള് എൻ്റെ ഒരു ഡിന്നർ പോലാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും ഞാൻ കഴിക്കും, ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല. കാര്യം ലെഫ്റ്റ് ഓവേഴ്സ് വെക്കുന്നത് അത് ശരിക്കും ബാഡ് മാനേഴ്സാണ്. റൂൾസ് പ്രകാരം ഞാൻ വെറും 7 പേരെ മാത്രം ജീവനോടെ വെച്ചാൽ മതി. അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.